ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മിക്ക ദിവസങ്ങളിലും, അതായത് 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു 360 ദിവസവും ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സ്ലാബിൽ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സ്ലോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ധൃതി പിടിച്ച് ജോലി ചെയ്യാനായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതിയെ പതിയെ ആണ് ചെയ്യുന്നത്. മിക്ക ദിവസങ്ങളിലും അത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസമാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒന്നും ഇരിക്കാതെ വേഗം എല്ലാം ശടപടേ എന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എഴുന്നേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങളിന്ന് സംസാരിക്കും. അത് ഇന്ന ടോപ്പിക്കെന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും സംസാരിക്കാനായിട്ട്. അല്ലാതെ ഇത്ര രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇത്ര നേരം സംസാരിക്കണം എന്നും പറഞ്ഞ് സംസാരിക്കുന്നതല്ല. അങ്ങനെ ആയിപ്പോയി. രാവിലെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കെന്താ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്നലെ ജയേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് അതായത് ജയേഷിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ജയേഷിൻ്റെ അച്ഛനെ കുറച്ച് പപ്പരങ്ങയും പച്ചക്കയും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ജയേഷിൻ്റെ വീട്ടിൽ അച്ഛൻ കപ്പയുടെ കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കപ്പയും പറിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ ഇട്ടൊരു കുഴ വിൽക്കുന്ന ആളെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയും കുഴയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഴക്കുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴയെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിയൽ പോലെ തന്നെ. അവിയലിൻ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് വേവ് ആകുമ്പോൾ നിർത്തും. അതായത് അതൊന്ന് വെന്താൽ മതി അല്ലേ. ഇനി വെന്തുടഞ്ഞ് പോകണ്ടല്ലോ പച്ചക്കറിയൊക്കെ. പക്ഷേ കുഴയെന്ന് പറഞ്ഞാൽ അവിയലിനേക്കാളും കുറച്ചും കൂടെ ഒരു വെന്ത ഒരു ടെക്സ്ചറായിരിക്കും. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞിരിക്കും. അവിയലെന്ന് പറഞ്ഞാൽ കറക്റ്റ് വേവ് ആകുമ്പോഴത്തേക്കും നമ്മൾ നിർത്തും അല്ലേ. അങ്ങനെ കുഴയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വെന്ത ടെക്സ്ചറായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം പച്ചക്കറിയെല്ലാം കുറച്ച് ഉപ്പും 2-3 പച്ചമുളകും കൂടി ഇട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിന് ചേർക്കാനായിട്ട് ഒരു അരപ്പ് വേണം. അരപ്പെന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകം, ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ ഞാൻ അരച്ചപ്പോഴും ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ ഒട്ടും എരിവില്ലാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പച്ചക്കറി വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴും പച്ചമുളക് ഇട്ടായിരുന്നു. അതുപോലെ തന്നെ തേങ്ങ അരച്ചപ്പോഴും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നമ്മൾ അരക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. എന്നാലും നമ്മൾ അവിയലിന് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് അരയണം. നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെയല്ല നമ്മൾ അവിയലിന് ചേർക്കുന്നത്. ഇതങ്ങനെയല്ല, കുറച്ചും കൂടെ ഒന്ന് അരഞ്ഞു വരണം. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടെടുക്കും. അങ്ങനെയാണ് കുഴ എടുക്കുന്നത്. പിന്നെ കുഴ ഉണ്ടാക്കിയപ്പോഴല്ല, കുഴക്ക് വേണ്ടി അരിഞ്ഞ പച്ചക്കറിയുടെ തോലും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കറിവേപ്പിൻ്റെ വാഴയുടെയൊക്കെ ചോട്ടിക്കൊണ്ടിട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം വന്ന് പാത്രം കഴുകാൻ വേണ്ടി നിന്നു. കാരണം അതപ്പം തന്നെ അങ്ങ് പാത്രം കഴുകി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് പാത്രം കഴുകുക എന്ന് പറഞ്ഞ് ആ ഒരു പാത്രം കഴുകാനുണ്ടെന്ന് പറഞ്ഞ് ജോലിക്ക് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ, അതായത് നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ വരുന്ന പാത്രം അങ്ങ് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പണി കഴിയും. അതായത് കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ വേഗം ആ പാത്രം കഴുകി വെച്ചാൽ നമുക്ക് കുക്കിങ്ങും കഴിയും, പാത്രം കഴുകലും അതോടുകൂടെ കഴിയും. പിന്നെ സിങ്കൊക്കെ എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകി ആണ് വെക്കാറ്. ഇങ്ങനെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്നത് ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ എഡ്ജസും നമ്മൾ സോപ്പ് വയ്ക്കുന്ന ഡിഷ് വാഷ് എന്തോ സംഭവം, ഇപ്പം ഞാൻ കഴുകുന്ന സാധനം അതുമൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കാറുണ്ട്. കാര്യം അതിൽ നമ്മൾ സോപ്പ് വെച്ച് അതിലിങ്ങനെ ഒരു സോപ്പ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ആപ്പാണ്ട്
ആകപ്പാടൊരു ഇതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുമൊക്കെ തേച്ച് കഴുകിയൊക്കെ വെച്ചു. പിന്നെ ഇതൊക്കെ പാത്രമൊക്കെ തേച്ച് കഴുകി സിങ്കൊക്കെ കഴുകി വന്നപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എന്താ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ആസ്വദിച്ച് കഞ്ഞി കുടിക്കാമല്ലോ. അപ്പോൾ കഞ്ഞി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. മിക്കപ്പോഴും നമ്മൾ പലഹാരമായിരിക്കുമല്ലോ ഉണ്ടാക്കണത്. എന്താ പുട്ട്, ഉപ്മാവ്, ഇടിയപ്പം, ഇഡലി, അങ്ങനെ ചപ്പാത്തി, അങ്ങനെ ആയിരിക്കും മിക്കവാറും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ കഞ്ഞിയും കുഴയൊക്കെ ഉണ്ടാക്കുന്നത് വല്ലപ്പോഴുമാണ്. അല്ലെങ്കിൽ പിന്നെ പനിയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ രാവിലെ കഞ്ഞിയും പയർ, അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ബാക്കി എപ്പോഴും പലഹാരങ്ങൾ തന്നെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പണിയെല്ലാം തീർത്തിട്ട് കഞ്ഞിയല്ലേ എപ്പോഴും കുടിക്കാറില്ലല്ലോ, എന്നാലും ഒന്ന് ആസ്വദിച്ച് പണിയൊക്കെ തീർത്തിട്ട് കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ പണിയൊക്കെ തീർത്തിട്ടാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ജയേഷിന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ജയേഷ് നേരത്തെ തന്നെ കഞ്ഞി കുടിച്ചു. അച്ഛന് ഞാൻ കഞ്ഞി എടുത്ത് കൊടുത്തായിരുന്നു. ഞാൻ പിന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ പിന്നെ പാത്രമൊക്കെ തേച്ച് കഴുകി വെച്ചതിന് ശേഷം സിങ്കുമൊക്കെ കഴുകി പിന്നെ അവിടെ ഒന്ന് തുടച്ചിട്ടു. കാര്യം പാത്രം കഴുകുമ്പോഴും സിങ്ക് കഴുകുമ്പോഴും അവിടെയൊക്കെ വെള്ളം വരുമല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഈ വൈപ്പർ വെച്ച് വടിച്ച് ഞാൻ കളഞ്ഞു. അതാകുമ്പോഴത്തെ വേഗം ഉണങ്ങും. നമ്മൾ തുടച്ചാലും വേഗം ഉണങ്ങത്തില്ല. പക്ഷേ ഈ വൈപ്പർ വെച്ച് നമ്മൾ വലിച്ച് കളയുവാണെന്നുണ്ടെങ്കിൽ എന്താ വേഗം ഉണങ്ങും. ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ അത് ഉണങ്ങും. മറ്റേത് നമ്മൾ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉണങ്ങാനായിട്ട് താമസമാണ്. ഈ സാധനം നല്ല അടിപൊളി സാധനമാണ്, നമുക്ക് വേഗം ഉണങ്ങി കിട്ടും. പിന്നെ ഞാൻ നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി. കഞ്ഞിയും കുഴയും കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. ആ മാങ്ങാച്ചാറും കൂട്ടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.